ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം. നമുക്കിന്ന് ഒരു സ്പെഷ്യൽ സ്പ്രെഡ് നോക്കാം. നമ്മുടെ ലൈഫിൽ എല്ലാവരുടെയും ലൈഫിൽ എല്ലാ ആൾക്കാർക്കും ലൈഫിനെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ കാണും, ഐഡിയാസ് കാണും, ഡ്രീംസ് ഉണ്ടാവും. ഞാൻ ലൈഫിൽ ഇന്നതാവണം, ഇങ്ങനെ ആയിരിക്കണം ലൈഫ് പോകേണ്ടത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള ധാരണകളുണ്ടാവും. പക്ഷേ ലൈഫിൻ്റെ പല പല കാര്യങ്ങൾ, പല ആൾക്കാരുടെ നമ്മുടെ ലൈഫിലുള്ള ഇൻ്റർഫിയറൻസ്, നമ്മുടെ ലൈഫിൽ അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുക, അല്ലെങ്കിൽ നീ ഇങ്ങനെ അത് വേണ്ട, ഇത് മതി, ഈ കരിയർ മതി, അല്ലെങ്കിൽ ഇന്ന ആളിനെ നീ കല്യാണം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ അപ്പം ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു മൊമെൻ്റത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് നമ്മുടെ ലൈഫിനെ എടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പലപ്പോഴും അതിൻ്റെ റിയൽ റീസൺസ് എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല, നമുക്ക് ആർക്കത് മനസ്സിലാവുന്നില്ല. ഏത് കാര്യത്തിനകത്തും. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങളല്ലാത്തത് പോലും നമ്മൾക്കുണ്ടാകുന്ന ബ്ലോക്സ് എന്തൊക്കെയാണ്, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന എന്തൊക്കെയാണ് നമ്മളെ മുമ്പോട്ട് പോകുന്നതിന് തടയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് ടാരോട് ചോദിക്കാം. അപ്പം ഇന്ന് 4 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ടാരോട് ചോദിക്കുന്നത്. എന്താണ് എവിടെ ആയിരുന്നു നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ നിന്നിരുന്ന എവിടെയാണ്, എന്താണ് നമ്മുടെ പാസ്റ്റിലെ എന്തായിരുന്നു നമ്മുടെ പാസ്റ്റ് എന്നാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത്, എന്താണ് നമ്മുടെ ബ്ലോക്സ്, എന്ത് കാര്യമാണ് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്, എന്താണ് നമ്മുടെ ഫ്യൂച്ചർ, എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്, അതാണ് നമ്മൾ ഫ്യൂച്ചർ. അതാണ് ഈ 4 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ടാരോട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് കാർഡ്സ് റിവീൽ ചെയ്യാം. ഹലോ ഡിയേഴ്സ്, മൈ നെയിം ഇസ് രാഖി വിശ്വനാഥ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ രാഖി സോൾ ടാരോ. നിങ്ങളുടെ പാസ്റ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ 2 ഓഫ് വാൺസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 2 ഓഫ് വാൺസ് എപ്പോഴും നമ്മളുടെ ഫയറിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ജ്വാലയുണ്ടല്ലോ, നമ്മുടെ ഒരു നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പാഷൻ, ഇതൊക്കെ അങ്ങനെയുള്ള നമ്മുടെ ആ ഒരു മുമ്പോട്ട് നമ്മളെ നയിക്കുന്ന ആ ഒരു ഉള്ളിലുള്ള ആ ഒരു കനൽ, അതിനെയൊക്കെയാണ് നമ്മൾ വാൺസ് എപ്പോഴും ഫയർ എലമെൻ്റാണ്. വാൺസ് ഫയർ എലമെൻ്റാണ്. ഈ വാൺസ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ആ ആഗ്രഹങ്ങളുടെയും പാഷനെയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ പാസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ 2 ഓഫ് വാൺസ് ആണ്. വാൺസ് എന്ന് പറയുമ്പോൾ ഈ 2 ഓഫ് വാൺസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യം വേണോ വേണ്ടായോ എന്നുള്ള ഒരു ഡിലേമേലായിരുന്നു. മനസ്സിലാക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉള്ളിലുണ്ട്, പക്ഷേ അതുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകുന്നില്ല. ഇനി എന്താണ് നിങ്ങളുടെ ബ്ലോക്സ്, എന്താണ് നിങ്ങൾക്ക് തടസ്സം, നിങ്ങളുടെ പാഷനെ മുമ്പോട്ട് എടുക്കാൻ നിങ്ങൾക്ക് എന്താണ് തടസ്സം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടേണ്ട ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ. നമ്മുടെ പാരൻസ് ആയിരിക്കാം, സിബ്ലിങ്സ് ആയിരിക്കാം, സ്പൗസസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും നമ്മളെ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ മേലെ ഇൻഫ്ലുവൻസ് ഉള്ള ആരെങ്കിലും ആവാം. അവരുടെ അപ്രൂവൽ കിട്ടുമോ ഇല്ലയോ, ഞാൻ ഇതുകൊണ്ട് പോയാൽ അവരെന്ത് വിചാരിക്കും, മറ്റുള്ളവരെന്നെ കളിയാക്കുമോ, അവരെന്നെ സപ്പോർട്ട് ചെയ്യുമോ, അവർക്കത് ഇഷ്ടപ്പെടുമോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് പലരെയും പിന്നോട്ട് വലിക്കുന്നത്. നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹമുണ്ട്, നിങ്ങളുടെ സ്വപ്നമാണ് നിങ്ങൾക്ക് വലുതെങ്കിൽ, നിങ്ങളുടെ ലൈഫാണ് നിങ്ങൾക്ക് വലുതെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ പാഷനോട് മുമ്പോട്ട് പോവുക. അതിന് യാതൊരു സംശയവും വേണ്ട. എന്താണ് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യം? ടാരോ നമുക്ക് തരുന്നത് 4 ഓഫ് കപ്സ് ആണ്. കപ്സ് ഇതിനകത്ത് കണ്ടില്ലേ, നിങ്ങളുടെ നമ്മൾ 4 എടുത്തതിൽ 2 എണ്ണവും കപ്പിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. അതായത് ഇമോഷൻസ് ആണ്. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ എന്നാ പറയുന്നത് ചീപ്പ് സെൻറ്റിമെൻറ്റ്സും ഇമോഷൻസും ഒക്കെയാണ്. എല്ലാ ബീയിങ്സും അങ്ങനെയാണ്. ഇമോഷൻസിൻ്റെ ഒരു കൂട്ടം ആണ്, ഒരു കട്ട് ഓഫ് ഒരു ഗ്രൂപ്പ് ഓഫ് ഇമോഷൻസാണ് മനുഷ്യരുടെ എല്ലാവരുടെ മനസ്സിൽ. അപ്പോൾ ആ ഇമോഷൻസ് ബാലൻസ്ഡ് ആയിരിക്കണം. നമുക്കറിയാം, ഒരു ആൾ, ഒരു ചെറുപ്പക്കാരൻ ഒരു മരത്തിൻ്റെ കീഴിൽ വിഷണ്ണനായിട്ടിരിക്കുന്നു. അയാളുടെ മുമ്പിൽ 3 കപ്സ് ഉണ്ട്, ഒരു കപ്പ് ഡിവൈൻ നീട്ടുന്നുമുണ്ട്. പക്ഷേ ഹീസ് ഡിപ്രസ്ഡ്, സ്റ്റിൽ ഡിപ്രസ്ഡ്. എന്താണ് ഡിപ്രഷൻ്റെ കാര്യം എന്ന് ചോദിച്ചാൽ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും നമുക്കെല്ലാ മനുഷ്യർക്കും ഭയങ്കര പ്രതീക്ഷകളാണ്. അതിൻ്റെ ഒരു പാക്കേജാണ് എപ്പോഴും നമ്മുടെ കയ്യിലുള്ളത്.
അതെല്ലാം നടന്നു കിട്ടണം. എന്നാൽ മാത്രമേ എൻ്റെ ലൈഫ് സ്മൂത്ത് ആകത്തുള്ളൂ, എൻ്റെ ലൈഫ് സെക്യൂർ ആകത്തുള്ളൂ, എൻ്റെ ലൈഫ് മുമ്പോട്ട് പോകത്തുള്ളൂ, എന്നാലേ എനിക്ക് സന്തോഷമുള്ളൂ എന്ന് ചിന്തിക്കുന്നവരാണ് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിൽ. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഓൾറെഡി കപ്സ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ, ഇമോഷൻസൊക്കെ എല്ലാ സ്നേഹവും കാരുണ്യം അല്ലാതെ നിങ്ങളുടെ മറ്റുള്ളവരുടെ പരിഗണനയും എല്ലാം നിങ്ങൾ ലൈഫിൽ ആവശ്യത്തിനുണ്ട്. പക്ഷെ നിങ്ങൾ അതിലൊന്നും സാറ്റിസ്ഫൈഡ് അല്ല. ഡിവൈൻ ഒരു കപ്പ് നീട്ടുന്നുണ്ട്, അത് കാണുന്നതേ ഇല്ല നിങ്ങൾ. എന്നാൽ നിങ്ങൾ ഫ്യൂച്ചർ ചോദിക്കുമ്പോൾ കിങ് ഓഫ് വോൺസ് ആണ്. ആദ്യമേ ഞാൻ പറഞ്ഞു, ആദ്യത്തെ നമ്മുടെ നിങ്ങളുടെ പാസ്റ്റിലും നിങ്ങൾ വോൺസ് ആണ് കിട്ടിയത്. അത് നിങ്ങൾ 2 ഓഫ് വോൺസ് ആണ്. നിങ്ങളൊരു ഞാൻ പറയല്ലോ, ഒരു ഫയറുണ്ട് നിങ്ങളുടെ ഉള്ളിൽ, ആ ഒരു പാഷനുണ്ട്, അത് വേണോ വേണ്ട എന്നുള്ള ഇതിൽ നിൽക്കുകയാണ്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്താണ്? കിങ് ഓഫ് വോൺസ് ആണ്. അതായത് നിങ്ങൾ അതിൻ്റെ ഏറ്റവും പീക്കിൽ ചെന്നു, എൻ്റെ ഒരു അൾട്ടിമേറ്റ് ഇതിൽ ചെന്നു, കിങ് എന്ന് പറഞ്ഞാൽ കിങ്ങിൻ്റെ എനർജി അറിയാമല്ലോ, അത് അതിൻ്റെ ഏറ്റവും ഉയരങ്ങളിൽ ചെന്നു എന്നർത്ഥമാണ്. അതിനകത്ത് നിങ്ങൾ സക്സസ്ഫുള്ളായി എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. എങ്ങനെ സക്സസ്ഫുൾ ആകാൻ എന്തൊക്കെ ചെയ്യണം, മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നു എന്നുള്ള ഇതിൽ നിന്ന് മാറി ചിന്തിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ ഗ്രാബ് ചെയ്യുക. ഇത് നാളെ നിങ്ങൾ ഒന്നിച്ച് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകാം, നിങ്ങളുടെ പാഷനുമായിട്ട് നിങ്ങൾ വേണോ വേണ്ടോ തീരുമാനിക്കുന്നു. നിങ്ങളുടെ ടു ഓഫ് കപ്സ്, അതായത് മറ്റുള്ളവരെന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് കിട്ടുമോ, അവരെന്നെ പിന്തുണയ്ക്കുമോ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള ഇതാണ് നിങ്ങളുടെ ബ്ലോക്ക്. നിങ്ങളുടെ മനസ്സിൽ വെക്കണമെന്ന് ചോദിച്ചാൽ എന്ത് ഓപ്പർച്യൂണിറ്റീസാണ് വരുന്നത്, അത് കറക്റ്റ് റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്, റൈറ്റ് പേഴ്സൺ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്നു. അതാണ് ലക്ക് എന്നൊക്കെ പറയുന്നത്. നമ്മൾ പറയത്തില്ല അവർക്ക് ഒരു ഭാഗ്യമുള്ളവർ, അതുകൊണ്ട് അവർക്കത് കിട്ടി. ഭാഗ്യമല്ല, അവരാ സമയത്ത് അത് വേണ്ട രീതിയിൽ ഉണർന്ന് പ്രവർത്തിച്ചു, അങ്ങനെ അവർക്കത് കിട്ടി എന്നുള്ളതാണ്. അല്ലാതെ ഭാഗ്യം എല്ലാ മനുഷ്യർക്കുണ്ട്. അത് വേറൊരു ഇതാണ്. പക്ഷെ അത് കറക്റ്റ് സമയത്ത് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുന്നിടത്താണ് നമ്മൾ ഭാഗ്യയിരിക്കുന്നത്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻസ് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി.